ഓൾ ഇന്ത്യയുടെയും കേരളത്തിന്റെയും മൂന്നാം ഘട്ട അലോട്ട്മെന്റ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മൂന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലേ, മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട അലോട്ട്മെന്റ്. ഇവൻ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ അടക്കം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിഴവോ അല്ലെങ്കിൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ നമുക്ക് താല്പര്യമില്ലാത്ത കോളേജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടക്കം പരിഹരിക്കാനുള്ള വഴിയുണ്ടായിരുന്നു. പക്ഷെ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് ഈ വക കാര്യങ്ങളിൽ ഏറ്റവും ഫൈനലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ആൾക്കാരും മൂന്നാം ഘട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നാലാം ഘട്ടം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങളിൽ എല്ലാവരും തന്നെ അലോട്ട്മെന്റിന്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ചില പേരൻസ് ചില കുട്ടികളുടെ കയ്യിൽ നിന്ന് വീണ്ടും നമുക്ക് ചില ആശങ്കകളൊക്കെ പോലെ കിട്ടുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എത്ര റാങ്ക് വരെയൊക്കെ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പോവുമായിരിക്കും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം പ്രെഡിക്റ്റഡ് ആയിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വന്നപ്പോൾ ഓൾ ഇന്ത്യയിൽ ഏകദേശം 25,000 വരെയൊക്കെ തന്നെ 25,000 ഞാൻ എക്സാക്ട് നമ്പറുകളിലേക്ക് കിടക്കുന്നില്ല, പക്ഷെ നമുക്ക് ആ ഫാക്ട് മനസ്സിലാക്കാം. 25,000 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൂന്നാം ഘട്ട അലോട്ട്മെന്റിൽ തുടർന്ന് വരുന്ന നാലാം ഘട്ട അലോട്ട്മെന്റിലും കൂടിയായിട്ട് നമുക്ക് ആ 25 എന്നുള്ളത് ഒരു 26 27 ഒക്കെ ആവുള്ളൂ. അപ്പോൾ 26,000 എത്ര അല്ലെങ്കിൽ 27,000 എത്ര എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അത് ഏതൊക്കെ കോളേജുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശ ധാരണ ഇപ്രകാരം വെക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്ന കോളേജുകൾ, അതായത് എല്ലാവരും സെലക്ട് ചെയ്യുന്ന പ്രിഫർ ചെയ്യുന്ന കോളേജുകളുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞപ്പോൾ ഡൽഹി എയിംസ്, ജിപ്മർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തിരുവനന്തപുരം, കോട്ടയം ഒക്കെ പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനത്തും ഇതുപോലെ എല്ലാവരും ചൂസ് ചെയ്യുന്ന തരത്തിലുള്ള മദ്രാസ് മെഡിക്കൽ കോളേജ് പോലെ അല്ലെങ്കിൽ ഉസ്മാനിയ മെഡിക്കൽ കോളേജ് പോലെയുള്ള കോളേജുകളുണ്ട്. അത്തരം കോളേജുകളിൽ സീറ്റുകളുടെ എണ്ണം കുറവേ ഉണ്ടാവുള്ളൂ. അവിടെ ഏകദേശം 90% സീറ്റുകൾ ഓൾറെഡി ഫില്ലാവുകയും അവിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഇനി അത് മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കാറില്ല. മിക്കവാറും ഇപ്പോൾ കോഴിക്കോട് കിട്ടിയൊരു കുട്ടി കോഴിക്കോട് പഠിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഉറപ്പിച്ചെത്തിയിട്ടുണ്ടാവും. അവർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള കോളേജുകളിൽ വേക്കൻസീസ് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ കുറച്ചും കൂടി താഴേക്ക് നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇടുക്കി, പാലക്കാട് പോലെയുള്ള കോളേജുകളിലൊക്കെ അവിടെ ജോയിൻ ചെയ്ത കുട്ടികൾ മറ്റൊരു കോളേജ് കിട്ടുമോ എന്ന് നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരവിടെ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ അവിടെ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കോളേജ് കുറച്ചും കൂടി ന്യൂവർ ആയിട്ടുള്ള ലെസ് ഡിമാൻഡഡ് ആയിട്ടുള്ള കോളേജ്, അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ ഇല്ല കേട്ടോ. എല്ലാ കോളേജുകൾക്കും അതിൻ്റെതായ ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്നാൽ പോലും അത്തരം കോളേജുകളിൽ കുറച്ച് വേക്കൻസി ഉണ്ടാവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ കോളേജുകളിലും ആവശ്യത്തിലധികം വേക്കൻസി എന്നുള്ളതല്ല. ചില കോളേജുകളിൽ കുറച്ചധികം വേക്കൻസി ഉണ്ടാവും. ചില കോളേജിൽ ഇപ്പോൾ സെൽഫ് ഫിനാൻസിംഗ് നോക്കിയാലും അതേ പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജൂബിലി അല്ലെങ്കിൽ അമലയൊക്കെ പോലെയുള്ള, പുഷ്പഗിരി പോലെയുള്ള കോളേജുകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കോളേജുകൾ ഓൾമോസ്റ്റ് ഫില്ല് തന്നെയായിരിക്കും. മറ്റു കോളേജുകളിലായിരിക്കും കുറച്ചധികം സീറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ എത്രത്തോളം മാറ്റം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി 1000 റാങ്കൊക്കെ അല്ലെങ്കിൽ 2000 റാങ്കൊക്കെ മാറുന്ന രൂപത്തിലേക്ക് മാത്രമാണ് മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും മാറ്റം ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക. എക്സാക്ട്ലി എത്ര എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളെ പോലെ തന്നെ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇനി ഇതിന്റെ ജോയിൻ ചെയ്യുന്നതിന്റെ നിയമവശങ്ങളെ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മൂന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞാൽ മൂന്നാം ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇനിയൊരു അലോട്ട്മെന്റ് ഉണ്ടാവില്ല. ആ കുട്ടിയുടെ അവസാനത്തെ അലോട്ട്മെന്റ് ആയിരിക്കും. ഇപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ഓൾ ഇന്ത്യയിലോ സ്റ്റേറ്റിലോ ഒക്കെ ഒരു കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ കുട്ടി ജോയിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. ആ കുട്ടീനെ നാലാം ഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നാലാം ഘട്ടത്തിൽ ആരെയാണ് പങ്കെടുപ്പിക്കുക എന്ന് വെച്ചാൽ മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളെ മാത്രമാണ് നാലാം ഘട്ടത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ടാവുക. ഓൾ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓൾ ഇന്ത്യയിൽ മൂന്നാം ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്കും നാലാം ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ മൂന്നാം ഘട്ടം രജിസ്റ്റർ ചെയ്ത് മൂന്നാം ഘട്ടത്തിൽ സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലാം ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അർഹരല്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ നമുക്കൊരു സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഒരു സീറ്റ് നമുക്ക് ഓൾ ഇന്ത്യ വഴിയായിട്ടും ഇനി വേറൊരു സീറ്റ് നമുക്ക് സ്റ്റേറ്റ് ലെവലും കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കേരളത്തിലുള്ള ഒരു ബോർഡർ ലൈൻ കുട്ടികളെ പറ്റിയിട്ടാണ് ഈ കാര്യം ഉണ്ടാവുക. കേരളത്തിന്റെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ചില കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് അലോട്ട്മെന്റ് വഴി കേരളത്തിലും ഓൾ ഇന്ത്യ വഴി ചിലപ്പോൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള ഒരു സീറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിലും എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫൈനൽ തീരുമാനം നമ്മൾ ഓൾറെഡി എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയാണ്, നമുക്ക് പറയാം ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒക്ടോബർ 10-ാം തീയതിയാണ്. ഒക്ടോബർ 11-ാം തീയതി നാളേക്ക് നമ്മൾ ഓൾ ഇന്ത്യയുടെ 3rd റൗണ്ട് അലോട്ട്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ 3rd റൗണ്ട് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോളേജ് അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു കോളേജാണ് കിട്ടിയത്. നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്താൽ പിന്നീട് നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. കേരളത്തിൽ സീറ്റ് കിട്ടിയാൽ പോലും നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്ന് TC കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പളിന് അവകാശം ഉണ്ടാവില്ല. കാരണം ഈ TC കൊടുക്കുക എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാധനമല്ല. അവരുടെ വെബ്സൈറ്റിൽ മാർക്ക് ചെയ്യാനുണ്ട് TC കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ TC കൊടുക്കുകയാണ് എന്നുള്ള കാര്യം വെബ്സൈറ്റിൽ മാർക്ക് ചെയ്യാനുണ്ട്. അതിനുള്ള പ്രൊവിഷൻ പ്രിൻസിപ്പളിന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ
നമ്മൾ ഓൾ ഇന്ത്യയിലോ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കേരളത്തിൻ്റെ അലോട്ട്മെന്റ് കൂടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കേരളത്തിൽ സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കണം. കേരളത്തിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് 2 സീറ്റ് ഉണ്ടാവും. ഒരു സീറ്റ് ഓൾ ഇന്ത്യ വഴി അലോട്ട് ചെയ്തതും മറ്റേ സീറ്റ് കേരള വഴി അലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏത് സീറ്റാണോ നമുക്ക് താല്പര്യമുള്ളത് ആ സീറ്റിൽ പോയി ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റേ അലോട്ട്മെന്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. 4ാമത്തെ ഘട്ടത്തിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും ഇല്ല. ആൻഡ് ആ കോളേജിലാണ് നമ്മൾ ഇനി ഫർദർ അടുത്തുള്ള 5.5 വർഷം MBBS എന്ന് പറയുന്ന കോഴ്സ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അഥവാ നമുക്ക് 3ാം ഘട്ട അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലോ, 3ാം ഘട്ട അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 4ാം ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് എന്ന് പറയുന്ന റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാം. തീർച്ചയായിട്ടും ആ ഘട്ടത്തിലും ഈ പറയുന്ന ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടാനുള്ള നല്ല സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര സീറ്റുകൾ സ്ട്രേ വേക്കൻസിയിൽ ബാക്കി ഉണ്ടാവും എന്നുള്ളത് 3ാം ഘട്ട അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന്റെ എന്താ പറയുക സീറ്റ് മാട്രിക്സ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്ര സീറ്റുകളുണ്ട്, എത്രത്തോളം സാധ്യതയുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അത് ഈ നിമിഷത്തിൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. അപ്പോൾ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്കാണ് 4ാം റൗണ്ട് എന്ന് ആലോചിക്കുക. ഇപ്പോൾ ഒരു കുട്ടി സീറ്റ് കിട്ടി, പക്ഷേ സീറ്റ് കിട്ടിയ ഓൾ ഇന്ത്യ വഴി കിട്ടിയ കോളേജ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കേരള വഴി കിട്ടിയ കോളേജ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് അവിടെ ജോയിൻ ചെയ്യാതിരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വർഷം നമുക്കിനി അലോട്ട്മെന്റ് ഉണ്ടാവില്ല, നമ്മൾ അടുത്ത നീറ്റ് എഴുതേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തുടക്കം മുതലേ അലോട്ട്മെന്റിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പറയാനാണ് നമുക്ക് ഇഷ്ടമുള്ള കോളേജുകൾ മാത്രമേ ഓപ്ഷൻ വെക്കാവുള്ളൂ എന്നുള്ള കാര്യം. 3rd റൗണ്ടിൽ കിട്ടുന്ന കോളേജ് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും MBBS വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാം അലോട്ട്മെന്റിൽ നിന്ന്. പക്ഷേ നമുക്ക് ഈ വർഷം സീറ്റ് ഉണ്ടാവില്ല, അടുത്ത വർഷത്തെ നീറ്റ് എഴുതിയതിന് ശേഷം വേണം വീണ്ടും സീറ്റ് വാങ്ങാൻ എന്നുള്ളൊരു കാര്യം ഓർമ്മ വെക്കണം. സോ അലോട്ട്മെന്റിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 3 ഓപ്ഷനുകളാണ്. ഒന്നാമത് നമുക്ക് സീറ്റ് കിട്ടും, സീറ്റ് കിട്ടിയാൽ നമ്മൾ ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്താൽ അത് നമ്മളുടെ ഫൈനൽ ഓപ്ഷൻ ആയിരിക്കും, പിന്നീട് നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്റ്റേറ്റിൽ നിന്ന് ഓൾ ഇന്ത്യയിലേക്കോ ഓൾ ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റിലേക്കോ 4ാം റൗണ്ടിലേക്കോ ഒന്നും മാറ്റമില്ല, അവിടെ തന്നെ ജോയിൻ ചെയ്യണം. രണ്ടാമത്തെ ഓപ്ഷൻ സീറ്റ് കിട്ടും, നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 4ാം റൗണ്ടിൽ പങ്കെടുക്കാൻ കഴിയില്ല, നമുക്കിനി MBBS പഠിക്കണമെങ്കിൽ അടുത്ത വർഷത്തെ നീറ്റ് നമ്മൾ എഴുതണം എന്നുള്ള ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അങ്ങനെ മാത്രമാണ് സീറ്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്നുള്ളത്. സീറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് 4ാമത്തെ റൗണ്ട് അലോട്ട്മെന്റ് കൂടി കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഇതാണ് അതിന്റെ പ്രോസസ്സുകൾ. സോ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം. ഇത് തന്നെയാണ് ഇപ്പൊ അഗ്രികൾച്ചറിന്റെ അലോട്ട്മെന്റിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ അല്ലൈഡിന്റെ അലോട്ട്മെന്റിലേക്ക് പോകുമ്പോഴൊക്കെ നടക്കാം. 3ാം ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ലോക്കിംഗ് വരും. 3ാം ഘട്ടം കിട്ടിയ കുട്ടി നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷം എന്നുള്ളതാണ്. ഈ വർഷം പിന്നെ അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കില്ല. 3ൽ കിട്ടാത്ത കുട്ടീനെയാണ് 4ാം റൗണ്ടിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റല്ല ഈ അല്ലൈഡിൻ്റെ ഇതിലും അങ്ങനെ തന്നെയാണ് വരിക, കേരള മെഡിക്കലിൻ്റെതും അങ്ങനെ തന്നെയാണ്, ഓൾ ഇന്ത്യ അലോട്ട്മെന്റിലും അങ്ങനെ തന്നെയാണ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു സീറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് ചോദിക്കുക. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അതിന് മറുപടികളും കൃത്യമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ വാലിഡ് ആയിട്ട് ഇടുന്ന ചോദ്യങ്ങൾ അതിൻ്റെ മറുപടികൾ കൃത്യമായിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും. ഒരുമാതിരിപ്പെട്ട എല്ലാ കോളേജുകളിലും അതിൻ്റെ ഇൻഡക്ഷൻ സെറമണിയും ഒക്കെ നടന്നു കഴിഞ്ഞു, ചിലർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഇനി നടക്കാനുള്ളൂ. ക്ലാസ്സുകൾ ഓറിയന്റേഷൻ എന്നുള്ള രൂപത്തിലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികൾ അതിനകത്തേക്ക് ജോയിൻ ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും കുട്ടികൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു തരും. സാർ ഇന്ന സ്ഥലത്ത് ജോയിൻ ചെയ്തു, ഇങ്ങനെ അവർ ആദ്യമായിട്ട് വെള്ളക്കോട്ട് ഇട്ടതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോൾ വളരെ വളരെ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. എല്ലാവർക്കും നമ്മളങ്ങനെ ആഗ്രഹിച്ച ആ സ്ഥലത്തേക്ക് എത്തിയിട്ട് അതുപോലത്തേക്ക് ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളതാണ്. ടോപ്പിൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പുണ്ട്. ടോപ്പിൽ പഠിച്ച് ഈ വർഷം അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും നമ്മുടെ അനുമോദന ചടങ്ങായിട്ടുള്ള റെഡ് കാർപ്പറ്റ് ഇവന്റ് നടക്കാൻ വേണ്ടി പോകുന്നത് 23-ാം തീയതിയാണ്. നവംബർ 23-ാം തീയതി നമ്മുടെ ഫറോക്ക് മലബാർ മറീന കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്ന അതേ വെന്യൂവിലാണ്. നമ്മുടെ കുട്ടികൾ സ്വപ്നം കണ്ട് പഠിച്ചതാണ് ആ ഒരു സ്റ്റേജിൽ കയറുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഫാമിലി അടക്കം ഇൻവൈറ്റ് ചെയ്യാണ് ആ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ ഏതൊരു കോഴ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളെ വന്ന് അങ്ങോട്ടേക്ക് വരിക. MBBS മാത്രമല്ല മറ്റു കുട്ടികൾക്കും വരാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ഡോപ്പ ഫാമിലിയുടെ ഒരു റീയൂണിയൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് അവിടെ നിന്ന് കണ്ടുമുട്ടാം എന്നുള്ള കാര്യം കൂടി പറയുന്നത്. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻറ്റുകൾ ബാക്കി സംശയങ്ങളൊക്കെ കമൻറ്റുകളുടെ രൂപത്തിൽ താഴേക്ക് പോന്നോട്ടെ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.